നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ക്ഷമിക്കൂ പാർവതി. വിശാൽ സർ എന്തായി പറയുന്നേ? എന്നോട് സർ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. സർ എഴുന്നേക്ക്. എനിക്കെല്ലാം അറിയാം പാർവതി. നീ ഒന്നും എന്നിൽ നിന്ന് മറയ്ക്കാൻ നോക്കണ്ട. എന്റെ അമ്മയുടെ ആത്മാവിനെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്? അതിന് നീ എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ടു, എല്ലാവർക്കും മുന്നിൽ ദ്രോഹിക്കപ്പെട്ടു. കൂട്ടത്തിൽ ഞാനും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാനെങ്കിലും നിന്നെ വിശ്വസിക്കണമായിരുന്നു. ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി പാർവതി. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കല്ലേ വിശാൽ സർ. സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും സംശയിച്ചു പോവും. അതേ വിശാൽ സാറും ചെയ്തുള്ളൂ. സാറിന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറും. അതൊക്കെ ഓർത്ത് സാർ വിഷമിക്കണ്ട സർ. ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതും അമ്മ നിന്നെ എല്ലാവർക്കും മുന്നിലിട്ട് തല്ലിയതും അതിലൊന്നും നിനക്ക് വിഷമമില്ല പാർവതി? എനിക്കൊരു വിഷമവും ഇല്ല സർ. സാർ എന്നെ വഴക്ക് പറഞ്ഞതിലും വിഷമമില്ല, അമ്മ എന്നെ തല്ലിയതിലും എനിക്ക് വിഷമമില്ല. പക്ഷെ വിശാൽ സാറ് എന്നോട് മിണ്ടാതിരുന്നില്ലേ, അതാ എനിക്ക് ഏറെ വിഷമായത്. ഒറ്റ വാക്കിൽ തീരുന്ന ഒരു കള്ളം. ഗായത്രി അമ്മ വന്നോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞ ആ കള്ളത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയുടെ ആഴം സാർ കണ്ടില്ലേ? ഞാൻ അനുഭവിച്ച മനോവേദന സാർ കണ്ടില്ലേ? എല്ലാം ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥയാണ് സർ. ഒറ്റപ്പെടുമ്പോഴും സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ പാർവതി. ഒരു കാര്യം എല്ലാ ആംഗിളിലും നോക്കിക്കാണും. സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ ഈ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നു. എനിക്ക് കഴിയാത്തതും അതാണ് പാർവതി. എനിക്ക് മാത്രമല്ല, വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവർക്ക് പോലും നിന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയാതെ പക്വതയില്ലാതെ പെരുമാറാറുണ്ട്. അവിടെയാണ് പാർവതി നീ വ്യത്യസ്തയാവുന്നത്. എന്റെ മുത്തശ്ശൻ പണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു സന്യാസി ഒരു തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. അത് ആ സന്യാസിയുടെ കയ്യിൽ കുത്തി. വേദനയോടെ സന്യാസി ആ കുളത്തിൽ തന്നെ തേളിനെ ഇട്ടു. വീണ്ടും ആ സന്യാസി ആ തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. അത് വീണ്ടും സന്യാസിയുടെ കയ്യിൽ കുത്തി. അതൊക്കെ കണ്ടപ്പോഴേ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, തേള് കയ്യിൽ കുത്തിയിട്ടും എന്തിനാ വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കുന്നേന്ന്. അപ്പോ ആ സന്യാസി പറഞ്ഞു, തേള് കുത്തുന്നത് അതിന്റെ സ്വഭാവമാണ്, അതിനെ രക്ഷിക്കാന്നുള്ളത് എന്റെ കടമയും. അല്ലെങ്കിൽ ആ തേളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും പഠിക്കാൻ പറ്റാത്ത വലിയൊരു തിയറിയ ഇത്ര സിമ്പിളായിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നത്. ഈ വീട് മൊത്തം തൂത്തു തുടയ്ക്കാനുണ്ട്. പിന്നെ പൂജയ്ക്ക് ഒരുക്കണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം തയ്യാറാക്കണം. വിശാൽ സാറിന് സലാഡ്, അച്ഛന് കഞ്ഞി, മുത്തശ്ശിക്ക് ജ്യൂസ്, ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും കറിയും. ഇതൊക്കെ കഴിഞ്ഞ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ വേറെ. പിന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം,
അതിനുശേഷം തുണികളൊക്കെ കഴുകിയിടണം, പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ ഒരുക്കങ്ങൾ ചെയ്യണം. ആരാത്? നിന്റെ അനിയത്തിയും നീയും ഒരേ വയറ്റിൽ തന്നെയല്ലേ ജനിച്ചത്? പിന്നെ പല്ലവി മാത്രം എങ്ങനെയാ ഇത്രയും സ്മാർട്ടായത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. നീ ഈ ചൂലൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സ്മാർട്ടായിട്ടൊന്ന് ഒരുങ്ങി വന്നേ. പെട്ടെന്ന് വേണം. നമുക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട്. അയ്യോ, ഞാനിപ്പോ എങ്ങനെ വരും? ഇവിടെ ഒരുപാട് ജോലികളില്ലേ വിശാൽ സർ? വീട് വൃത്തിയാക്കണം, പൂജയ്ക്കൊരുക്കണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം. മതി 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 മതി. ഇനി റീടെലികാസ്റ്റ് ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. നീ തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. സോറി 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 സോറി. ഇനി പറ. അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകുന്ന കാര്യ വിശാൽ സാർ പറയുന്നേന്ന്? നമുക്കേ ഓഫീസിലൊന്ന് പോണം. നീ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഓഫീസ്? ഇല്ല, പക്ഷേ ഓഫീസിലേക്ക് ഞാൻ എന്താ എന്താ പറഞ്ഞേ? കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോ അല്ല, അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ വീട്ടിലെ പൂജ, പാചകം, അങ്ങനെ കുറേ ജോലികളുണ്ട്. അതൊക്കെ നോക്കിയിട്ടേ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. തൽക്കാലം സാറ് ആഫീസിൽ പോകാൻ ഒരുങ്ങാൻ നോക്ക്. ആഫീസ് അല്ലടി ബുദ്ധൂസേ, ഓഫീസ്. പറഞ്ഞേ ഓഫീസ്. ഓ, ഓഫീസ്. ഓഫീസ് അല്ല, ഓഫീസ്. 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 അങ്ങനെ വേണം പറയാൻ. എങ്ങനെ പറഞ്ഞാലും ഇന്ന് എനിക്ക് ഒട്ടും നേരമില്ല. സാറ് പോവാൻ നോക്ക്. നോ പാർവതി, നീ ഇന്നെന്റെ കൂടെ വന്നിരിക്കും. അതിന് കാരണമുണ്ട്. ഞാൻ 3 വർഷം കൊണ്ട് അമേരിക്കയിൽ എന്താണോ പഠിച്ചത്, അത് നീ ഇന്നലെ 3 നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. അതായത് എനിക്ക് പഠിക്കാൻ 3 വർഷം വേണമായിരുന്നെങ്കിൽ നിനക്ക് പഠിക്കാൻ 3 മിനിറ്റ് മതിയെന്നർത്ഥം. പാർവതി, നിന്റെ നോളജ് എന്താണെന്നും നിന്റെ റേഞ്ച് എന്താണെന്നും നിനക്കറിയില്ല. വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിന്റെ അടിസ്ഥാനം. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ്, അത് നിനക്കുണ്ട്. അന്ന് ശ്രീദേവി വന്നപ്പോഴും നിന്റെ കഴിവ് നീ തെളിയിച്ചതാ. അവള് അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ വേഗം റെഡിയായിട്ട് വാ. നിനക്കൊരു സർപ്രൈസ് കിട്ടും. അത് അവിടെ വരുമ്പോ നിനക്ക് മനസ്സിലാവും. ഞാനും പോയിട്ട് റെഡിയായിട്ടെ വേഗം വരാം. ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.